വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് യുവതലമുറയിൽ കണ്ടുവരുന്ന ലഹരിയെയും റാഗിങ്ങിനെയും കുറിച്ച് ബോധവാന്മാരാവുക എന്നത് വളരെ പ്രധാനമാണ്. ഇന്ന് നമ്മുടെ റിപ്പോർട്ടർ ഷഹന സുല്ലമുസ്സലാം സയൻസ് കോളേജിലെ വിദ്യാർത്ഥികളുമായും അധ്യാപകരുമായി സംവദിക്കുന്നതിലേക്ക് കടക്കാം. ഷഹന, കേൾക്കാം? അതെ ജസ, കേൾക്കാം. എല്ലാ പ്രേക്ഷകർക്കും ചാനലിലോട്ട് സ്വാഗതം. സ്വപ്നങ്ങൾ നെയ്തു തുടങ്ങേണ്ട വിദ്യാർത്ഥി ജീവിതം മയക്കുമരുന്ന്, റാഗിംഗ് എന്നുള്ള കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസം കൂടുന്തോറും രക്ഷിതാക്കൾ ഭീതിയിലാണ് തങ്ങളെ മക്കളെ കോളേജിലേക്ക് വിടുന്നതിനും അതുപോലെ തന്നെ സ്കൂളിലേക്ക് വിടുന്നതിനും. ഈ ഒക്കെ ഒരു ഇരുണ്ട ജീവിതത്തിൽ നിന്ന് നമുക്ക് മുക്തി നേടാനാകുമോ? നമ്മളിപ്പോൾ നിൽക്കുന്നത് സുല്ലമുസ്സലാം സയൻസ് കോളേജ് അരീക്കോടാണ്. നമുക്കിവിടെയുള്ള മുൻ ചെയർമാനോട് നമുക്ക് ഈ ഒരു കാര്യത്തെപ്പറ്റി അഭിപ്രായം ചോദിക്കാം. ഓക്കെ, പൊതുവെ കോളേജ് സ്റ്റുഡൻസിൻ്റെ ഇടയിൽ ലഹരി അതേപോലെ റാഗിങ് ഇതിപ്പോൾ ഒരു ട്രെൻഡിങ് ആയിട്ടാണ് വരുന്നത്. അതായത് ഒരാളുടെ ഈഗോ പൊട്ടി മുളകുമ്പോഴും അല്ലെങ്കിൽ ബാക്കിയുള്ളവരുടെ ഇടയിൽ ഞാനൊരു വലിയ ആളാണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ഡ്രഗ്സ് യൂസ് ചെയ്യാണ്. ഇപ്പോൾ ഒരാളടുത്ത് പോയി ഞാൻ കഞ്ചാവ് യൂസ് ചെയ്തിട്ടെന്ന് മറ്റുള്ളവരെ അറിയിക്കുന്നത് വലിയ എന്തോ ഒരു കാര്യം പോലെയാണ് ബാക്കിയുള്ളവർ ചെയ്യുന്നത്. എന്നിരുന്നാലും ചിലപ്പോൾ ഒരാൾ കൊണ്ടുവന്നാൽ മാത്രം മതിയാവും, ആ ഒരു ഗ്യാങ്ങിൽ തന്നെ പല ആൾക്കാർക്കും അത് കൺസ്യൂം ചെയ്യാൻ. അപ്പോൾ ഇതൊക്കെ ഒരു കാരണമാണ്. ഇതിനിപ്പോൾ എന്താ പറയുക, ഇതൊക്കെ ഒരു ഇമോഷണലി കൊണ്ടുവരണം. അതായത് ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു പ്രയാസം ഉണ്ടാവുന്നു ഉള്ളതൊന്നും നമ്മളെ പിൻപറ്റി വരുന്ന ബാക്കിയുള്ളവർക്കും ഇതൊരു പ്രയാസമാവും എന്നുള്ളൊരു ബോധം ഈ ഉപയോഗിക്കുന്ന ആൾക്ക് ഉണ്ടായാലേ ഇതിനൊരു മാറ്റം ഉണ്ടാവുള്ളൂ. ഒരു ഇമോഷണൽ ടച്ച് വേണം. അതായത് നമ്മളെ കൂടെ നിൽക്കണ നമ്മൾ ഉമ്മമാരുണ്ടാവും, പാർട്ട്നേഴ്സ് ഉണ്ടാവും, ഫ്രണ്ട്സ് ഉണ്ടാവും. ഇവർക്കൊരു വാല്യൂ കൊടുക്കുന്ന ആളാണെങ്കിൽ ഈ ഡ്രഗ്സിൻ്റെ കാര്യങ്ങളായാലും അതേപോലെ തന്നെ ഇപ്പോൾ താമരശ്ശേരിയുള്ള ഷഹബാസ് മരണപ്പെട്ടത് പറഞ്ഞാൽ ഞാൻ രണ്ട് ഭാഗമുണ്ട്, ഷഹബാസിൻ്റെതും അതുപോലെ ഈ വോയിസ് മൊത്തം കേട്ട് സമയത്ത് ഞാൻ മനസ്സിലാക്കണം എന്താ വെച്ചാൽ, ഞാൻ എൻ്റെ ഒരു ഒപ്പീനിയൻ എന്ന് വെച്ചാൽ മരണം തേടി പിടിച്ച മാതിരിയായിട്ട് ഞാൻ മനസ്സിലാക്കണം. കാരണം അവനും അതിൽ ഇൻവോൾവ് ആണ്, അവനായിട്ട് അടി വാങ്ങി കൂട്ടിയ മാതിരിയാണ്. അതായത് ബാക്കിയുള്ളവരൊരു ആണത്തം തെളിയിക്കുന്നത് ഈ ഒരു അടിയിലൂടെ മാത്രമാണെന്നാണ് വിദ്യാർത്ഥികളുടെ ഇടയിൽ മനസ്സിലാക്കുന്നത്. ശരിക്കും എന്ന് പറഞ്ഞാൽ നാലാളെ മുന്നിൽ ഉയർന്ന് സംസാരിക്കാനുള്ളതൊരു ശേഷിയാണ് വിദ്യാർത്ഥികൾക്ക് വേണ്ടത്, അല്ലാണ്ട് കയ്യൂക്കിൻ്റെ ഫലമല്ല വേണ്ടത്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളെ കോളേജ് നോക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു പ്രയാസം ടോട്ടലി ഇല്ല. പക്ഷേ യൂസ് ചെയ്യുന്നവരുണ്ട്, എൻ്റെ അറിവിലൊക്കെ ഉണ്ട്. ചിലവരൊക്കെ നമ്മളത് വലിച്ചിട്ടുമുണ്ട്. എന്തായാലും കേരള സമൂഹത്തിൽ കോളേജ് സ്റ്റുഡൻസിൻ്റെ ഇടയിൽ ഇപ്പോൾ നമ്മളെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് തന്നെ മെൻസ് ഹോസ്റ്റലിൻ്റെ പിൻഭാഗത്തിനൊരു ഫോട്ടോ ഇന്നത്തെ ഇൻസ്റ്റാ പേജിൽ നോക്കിയപ്പോൾ കണ്ട് ഒരു കൂട്ടം മദ്യക്കുപ്പികളാണുള്ളത്. ഇത് അവിടുത്തെ ടീച്ചേഴ്സിൻ്റെ ശ്രദ്ധാകുറവും അതേപോലെ തന്നെ പേരൻസിൻ്റെ കുറവും കൊണ്ട് മാത്രമാണ് ഇത്രയും പ്രയാസമുള്ളത്. അതായത് നമ്മളെ അധികാരികൾ പല കാരണത്തോണ്ടും കണ്ണടക്കാണ്. അതായത് ഇവരെ വരുമാന മാർഗം എന്ന് പറയുന്നത് മെയിനായിട്ട് മദ്യക്കുപ്പികളാണ്. മദ്യം ഇപ്പോൾ ഇപ്പോഴത്തെ ഗവൺമെൻറ് എന്ന് പറഞ്ഞത് എന്താ പറയുക, മദ്യം വിമുക്ത കേരളം എന്ന് പറഞ്ഞുകൊണ്ട് 87 ബാറുകൾ കൂട്ടി സ്ഥലത്ത് ഇപ്പോൾ 100 സംതിങ് ബാറുകൾ തുറന്ന് പ്രവർത്തിച്ചുകൊണ്ടാണ് ഇവിടെ വരുമാനം കണ്ടെത്തുന്നത്. ഈ ഒരു സോഴ്സ് എന്ന് പറയുന്നത് മെയിൻ പ്രശ്നമാണ്. ആദ്യം ഒരു മദ്യലഹരിയിലായിരിക്കും തുടങ്ങുക, അത് കഴിഞ്ഞാൽ കഞ്ചാവ് അല്ലെങ്കിൽ MDMA പോലുള്ള കാര്യങ്ങളിലേക്കാണ് കൂടുതൽ പോകുന്നത്. ഇതിന് മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് നമ്മളെ ഗവൺമെൻറ് സിസ്റ്റമാണ്. അതുപോലെ ചില കാര്യങ്ങൾ വിദ്യാർത്ഥികളെ പോട്ടെ സാരല്ല എൻജോയ്മെൻ്റ് എന്ന രീതിയിലാണ് വിദ്യാർത്ഥികളുടെ ഇടയിൽ ഈ ലഹരിയും റാഗിങ്ങും പോലത്തുള്ള സംഭവങ്ങൾ നടക്കുന്നത്. അപ്പോൾ നിങ്ങൾ പറഞ്ഞു കോളേജിൽ ഇങ്ങനെ പേഴ്സണലി യൂസ് ചെയ്യുന്നവരറിയാം. അപ്പോൾ ഇതിനെതിരെ നിങ്ങൾക്ക് എന്തെങ്കിലും അങ്ങനെ യൂസ് ചെയ്യുന്നവർ എൻ്റെ പേരൊന്നും പറയില്ല, നമ്മളെ കോളേജിലുണ്ട്. അവരെ നേരിട്ട് കണ്ടിട്ടും അത് മാറ്റാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കുറേ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സീക്രട്ടായിട്ടുള്ളൊരു വിങ് എന്തെങ്കിലും സീക്രട്ടായിട്ട് നിലവിൽ വിങ് പറയുന്നത് നമ്മളെ കോളേജ് കഴിഞ്ഞ വർഷത്തെ യൂണിയനിലെ കീഴിൽ ഒരു ആൻറ്റി ഡ്രഗ് ക്ലബ്ബ് ഉണ്ടായിരുന്നു. അത് സൈലൻറ്റ് ക്ലബ്ബായിരുന്നു. അതിൻ്റെ കീഴിൽ കുറച്ച് സ്റ്റുഡൻസിനെ നമ്മൾ നോട്ട് ചെയ്യുകയും രഹസ്യമായിട്ട് കോളേജ് പ്രിൻസിപ്പളും ഞങ്ങൾ മാത്രം അറിഞ്ഞുകൊണ്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനെതിരെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഞങ്ങൾ ഈ കാര്യം ചെയ്ത് അതിൽ മാറ്റം കൊണ്ടുവന്നതിൽ അവൻ്റെ വീട്ടിൽ പോലും ഇത് അറിഞ്ഞിട്ടില്ല ഇവൻ യൂസ് ചെയ്യണത്. ഇവള് പെൺകുട്ടി ഉണ്ട് കേട്ടോ, ആൺകുട്ടി പെൺകുട്ടി യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. അതെന്തായാലും ഇപ്രാവശ്യം അത് കാരണം ഞങ്ങളതൊരു മാറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, താങ്ക് യു അസിൻ കേസി. നമ്മോട് കൂടെ ചേരാൻ പോകുന്നത് സുല്ലമുസ്സലാം സയൻസ് കോളേജ് വൈസ് ചെയർപേഴ്സൺ ബാസില ആൻഡ് അസ ഫ്രം മാത്തമാറ്റിക്സ്. ഓക്കെ, നിങ്ങൾക്ക് എന്താണ് ഇതിനെ പറ്റി പറയാനുള്ളത്?
സോ ഡ്രഗ്സ് റൈറ്റ്. സോ ഡ്രഗ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ വെരി കോൺട്രവേഴ്ഷ്യൽ ആയിട്ടൊരു ടോപ്പിക്കാണ്. ആൻഡ് ഇറ്റ് ഡിസേർവ്സ് ടു ബി കോൺട്രവേഴ്ഷ്യൽ ബിക്കോസ് ഓഫ് ദി ഇമ്പാക്ട് ഇറ്റ് ഹാസ് ഓൺ പീപ്പിൾ. അതായത് ഇപ്പം ഡ്രഗ്സിൻ്റെ സംഭവം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഇറ്റ്സ് ലൈക്ക് നമുക്ക് എന്താ പറയുക, ആ ഹോർമോൺസ് ഉണ്ടാവും, നമ്മുടെ ഹാപ്പി ഹോർമോൺസ് ഒക്കെ അതിനെയാണ് കൂടുതൽ എഫക്റ്റ് ചെയ്യുക. സോ വൺസ് വി ഹാവ് ദറ്റ് എഫക്റ്റ് വേറെ ഒന്നും നമുക്ക് ഹാപ്പിനെസ് നമുക്ക് എത്താൻ പറ്റില്ല. അപ്പം നമുക്ക് പിന്നെയും നമ്മൾ അതന്നെ സീക്ക് ചെയ്തുകൊണ്ടിരിക്കും. ദാറ്റ്സ് ഹൗ ഇറ്റ് ബിക്കം എൻ അഡിക്ഷൻ. അപ്പം അതിനിപ്പം ഫൈനാൻഷ്യലി നോക്കുകയാണെന്നുണ്ടെങ്കിലും എന്ത് ആസ്പെക്റ്റിൽ നോക്കുകയാണെന്നുണ്ടെങ്കിലും ദാറ്റ് വിൽ ബിക്കം എ വെരി ബിഗ് കൈൻഡ് ഓഫ് ബർഡൻ ഫോർ എസ്. അപ്പം അത് നമ്മുടെ ഹെൽത്തിന് എഫക്റ്റ് ചെയ്യും, നമ്മുടെ മെൻ്റൽ ഹെൽത്തിന് എഫക്റ്റ് ചെയ്യും. ആൻഡ് മോർ ഇമ്പോർട്ടൻ്റ്ലി ലൈക്ക് നമ്മൾ എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്ന ആൾക്കാരോട്, നമ്മൾ എങ്ങനെയാണ് നമ്മളെ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യുന്നത്, എല്ലാത്തിനും ഭയങ്കര വെരി വേഴ്സ് എഫക്ട്സ് ആണുള്ളത്. ബിക്കോസ് വി ഹാവ് സീൻ ഓൾ ദിസ്. ഇപ്പം അടുത്ത് നടന്ന എല്ലാ എന്താ പറയുക കൊലക്കേസുകളും കുറേ എല്ലാത്തിനും ഡ്രഗ്സിൻ്റെ എഫക്റ്റ് ഉണ്ട്. ഇപ്പോൾ ഡ്രഗ് യൂസ് ചെയ്തിട്ട് താമരശ്ശേരി ഒരു കുട്ടി ഒരു അമ്മനെ കൊന്നു. വാട്ട് ഇസ് ദാറ്റ്? അതിൻ്റെ മുന്നേ ദ പിക്ചർ വാസ് ദെം. അതിൻ്റെ പിക്ചർ എന്ന് പറഞ്ഞാൽ ഓല് ഇങ്ങനെ നിൽക്കുന്ന പിക്ചറായിരുന്നു. അപ്പോൾ ഒരു ഡ്രഗിന് ഒരു കുട്ടിക്കായി തന്നെ അമ്മനെ കൊല്ലാൻ കഴിയാതെ അതിൻ്റെ എഫക്റ്റ് എത്രത്തോളം മോശമാണ് എന്നുള്ളത് നമ്മളെല്ലാവരും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ആൻഡ് വാട്ട് യു ഹാവ് ടു ഡു ഇസ് അവയർനെസ് കൊടുക്കുക. ഇപ്പം ഞാനിങ്ങനെ ഡ്രഗ്സ് ബാഡാണ് അതാണെന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. സോ വൺ തിങ് എന്താ പറയുക, ഇപ്പോൾ ഒരു ഗ്രൂപ്പിൻ്റെ പ്യുവർ പ്രഷർ ഞാൻ കുറേ പറഞ്ഞുകൊണ്ടിരിക്കണ്ടോ, ഒരു പ്യുവർ പ്രഷറിൻ്റെ പേരിൽ നോ പറയാൻ പേടിയായിട്ട് നമ്മളത് ഇതാക്കുന്നതിന് പകരം വൺസ് യു സേ നോ ഇറ്റ്സ് എ നോ. പീപ്പിൾ ഷുഡ് റെസ്പെക്ട് ദറ്റ് നോ ഇസ് എ കംപ്ലീറ്റ് സെൻറ്റൻസ്. ദറ്റ് യു ഹാവ് ടു സേ നോ വെൻ ദ ടൈം ഇസ് ടു ബി സെഡ്. അപ്പോൾ നിങ്ങൾ നോ പറയുക, പിന്നെ അതേമാതിരി അവയർനെസ് കൊടുക്കുക. ഇറ്റ്സ് നോട്ട് സംതിങ് കൂൾ. അതായത് ഇപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ പണ്ട് വെയ്പ്പ് ചെയ്യുമ്പോൾ ഐ വാസ് ദാറ്റ് സോ കൂൾ. അപ്പോൾ അതിൻ്റെ നിക്കോട്ടിനോ അതൊന്നും നമുക്ക് അറിയില്ല. സോ ഇറ്റ്സ് നത്തിങ് കൂൾ അബൌട്ട് ഇറ്റ്. ഇറ്റ്സ് ഓൺലി ബാഡ് ആൻഡ് ബാഡ്. അതായത് നമ്മളൊരു ഫണ്ടിന് യൂസ് ചെയ്യുന്ന സാധനം ഏത് ലെവൽക്കാണ് എത്തുക എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. സോ ഇറ്റ്സ് ബെറ്റർ ടു നോട്ട് ട്രൈ ഇറ്റ് അറ്റ് ഓൾ ആൻഡ് നോട്ട് എൻകറേജ് യുവർ ഫ്രണ്ട്സ്. അതായത് നിങ്ങൾ ഏതെങ്കിലും ഫ്രണ്ട്സ് ഡ്രഗ്സ് എന്തെങ്കിലും ട്രൈ ചെയ്യണമെങ്കിൽ യു ഷുഡ് ഗോ അഗെയിൻസ്റ്റ് ദം. അപ്പം നിങ്ങൾ അവിടെ ഫ്രണ്ട്ഷിപ്പിൻ്റെ വാല്യൂ, ഫ്രണ്ട്ഷിപ്പ് പോകുന്നൊന്നല്ല നോക്കണ്ടേ. വാട്ട് യു ഹാവ് ടു ഡു ഇസ് അപ്പം അങ്ങനെയാണ് നിങ്ങൾ അവരെ സേവ് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു അസ. ഇനി നമുക്ക് ചെയർമാനോട് ചോദിക്കാം. ഓക്കെ, അസ പറഞ്ഞത് വെച്ചിട്ടൊരു കാര്യം ആഡ് ചെയ്ത് പറയുകയാണ്. ഇപ്പം നമ്മൾ ഫസ്റ്റ് നമ്മൾ യൂസ് ചെയ്ത് തുടങ്ങുന്നത് മേ ബി ഫ്രണ്ട് സർക്കിൾ തന്നെ ആയിരിക്കും. അപ്പം ഇപ്പോഴത്തെ ഒരു ജനറേഷൻ ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ ഫ്രണ്ട് സർക്കിൾ ഇപ്പം ഒരാൾ ഈ ഡ്രഗ് യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ സിഗരറ്റ് വലിക്കുന്നില്ലാണ്ട് അതൊരു അയ്യേ തിങ് ആയി മാറിയിരിക്കുകയാണ്. പലപ്പോഴും പല ആൾക്കാർ യൂസ് ചെയ്യുന്നത് ഒരു അയ്യേ തിങ് ആയി മാറിയത് കൊണ്ടാണ്. അതായത് ഇനി വലിക്കുന്നില്ല ലൈക്ക് അങ്ങനെയുള്ളൊരു മൈൻഡിൽ മാറുന്നുണ്ട്. നമ്മളെ ഫ്രണ്ട് സർക്കിളിൽ നിന്നാണ് ഫസ്റ്റ് അങ്ങോട്ട് എടുത്ത് ഒഴിവാക്കേണ്ടത്. അങ്ങനെയുള്ള ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് അതാണ് നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ എടുത്ത് ഒഴിവാക്കേണ്ടത്. ഇപ്പം നടന്ന ഒരുപാട് കൊലക്കേസിലും ഡ്രഗ് ഒരു ഇതായിട്ട് വരികയാണ്. അതുമാത്രമല്ല നമ്മൾ ഫസ്റ്റ് അതിൻ്റെ റിസോഴ്സസ് ഒക്കെ നമ്മൾ അടച്ചിതാക്കുകയാണ് വരുന്നത്. ഇപ്പം ഈ ഒരു കാര്യം പറയുന്നത് ഇപ്പം അടുത്ത് നടന്ന കൊലകളിലൊക്കെ എന്ന് പറയുന്നത് 2K കിഡ്സിന് അല്ലെങ്കിൽ ജെൻസി കിഡ്സിനാണ് കുറേ ആൾക്കാർ പറയുന്നത്. പക്ഷേ അതിലൊരു കാര്യം മനസ്സിലായി, ജെൻസി കിഡ്സിന് പലപ്പോഴും ഈ ഡ്രഗ് എത്തിച്ചു കൊടുക്കുന്നത് ഈ കുറ്റം പറയുന്ന ആ ഒരു 90s ആൾക്കാർ അല്ലെങ്കിൽ കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് അതിൻ്റെ റിസോഴ്സസ് ഇതാക്കുകയാണ് ചെയ്യേണ്ടത്. ഇത് എവിടെ നിന്നാണ് കിട്ടുന്നത് എന്നുള്ളത് അറിയണം. പിന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഈ അടുത്തൊരു കൊലൻ്റെ കേസിൽ നടന്ന ടൈമിൽ ഒരു പ്രസ്താവന ഇറക്കിയിരുന്നു. ആരാ ഇറക്കിയെന്ന് അറിയില്ല. ഈ ഡ്രഗ്സ് കേരളത്തിലേക്ക് എത്തുന്നത് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ ഒന്ന് തെളിയിക്കും എന്നുള്ളത്. ഐ മീൻ എങ്ങനെയാണ് എത്തുന്ന റിസോഴ്സസ് ഒക്കെ അടച്ചു പൂട്ടുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ അങ്ങനെയാണ് ഇതാക്കേണ്ടത്. പിന്നെ ഫസ്റ്റ് പറഞ്ഞാൽ ഓരോ പാരൻസും നമ്മളെ വീട്ടിൽ എന്തുണ്ട് നമ്മളെ വീട്ടിൽ നിന്ന് വെച്ച് തുടങ്ങണം എന്നാണല്ലോ പറയുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഓരോ പാരൻസും അവരവരുടെ കുട്ടീനെ എത്രത്തോളം ഇതുണ്ട് ഡ്രഗ് ആക്കിയാൽ, എത്രത്തോളം അഡിക്റ്റഡ് ആയാലും എത്രത്തോളം കാര്യം മീൻസ് ഭയങ്കര പ്രശ്നമാണെന്നുള്ള ഓരോരോ പാരൻസ് നമ്മളെ സ്വന്തം വീട്ടിൽ നിന്ന് കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കുക. ഡ്രഗിൻ്റെ കേസിൽ മാത്രമല്ല വേറെ എന്ത് കേസിലായാലും ഒരാളോട് പെരുമാറേണ്ടേ സൊസൈറ്റിയിലേക്ക് വരുമ്പോൾ എങ്ങനെയുള്ള പാരൻസ് ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുക. പിന്നെ എന്താ വെച്ചാൽ ഈ വിദ്യാഭ്യാസത്തിൽ ഐ മീൻ എഡ്യൂക്കേഷനിലൊക്കെ ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ 10th വരെ പഠിക്കുന്നതിന് കൂട്ടത്തിൽ ഡ്രഗ്സിൻ്റെ ഇത് എത്രത്തോളം കോൺസിക്വൻസും കാര്യങ്ങളും ഇത് ഉണ്ടാകും എന്നുള്ളതൊന്ന് പഠിപ്പിച്ച് കഴിഞ്ഞാൽ ഇപ്പം ഒരു സിനിമയിൽ മഞ്ജു വാര്യർ പറയുന്നുണ്ട് 10th വരെ പഠിക്കുന്നതിന് കൂടെ നമുക്ക് കുറച്ച് നിയമം കൂടി പഠിക്കാൻ പറ്റിയിരുന്നെങ്കിൽ, അതേപോലെ കുറച്ച് ഡ്രഗ്സിൻ്റെ ഇതും അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എത്രത്തോളം എഫക്റ്റ് ഉണ്ടാകും എന്നൊക്കെ ഉള്ളതൊക്കെ പഠിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ മേ ബി നല്ലതായിരിക്കും. Can I add something to that? അതേമാതിരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ് ഇപ്പോൾ പേരൻസിനെ പറഞ്ഞുകൊണ്ട്, അതായത് നമ്മളെ എനർജി നമുക്ക് എവിടെയെങ്കിലും യൂട്ടിലൈസ് ചെയ്യണം. ആ ഒരു സംഭവം ആ ഒരു സ്പേസ് ഇല്ലായിട്ടാണ് മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ഡ്രഗ്സൊക്കെ പോകുന്നത്. സോ വൺ തിങ് ഇസ് ടു ഹാവ് എ സ്പേസ്. നമ്മൾ പേരൻസിനോട് പറയുകയാണെന്നുണ്ടെങ്കിൽ ടു ഗിവ് ദം എ സ്പേസ് ഇൻ ദെയർ ഓൺ ഹോംസ്. അതായത് എന്തും പറയാനും ഇപ്പം നമ്മൾ മോസ്റ്റ് ഓഫ് ദ ടൈം നമ്മളൊരു റിലീഫ് അല്ലെങ്കിൽ നമ്മളൊരു എന്താ പറയുക സമാധാനത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഡ്രഗ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. സോ അതിന് അങ്ങനത്തെ സാഹചര്യം ഉണ്ടാവാതെ നിൽക്കാൻ നോക്കുക. വാട്ട് യു ഹാവ് ടു ഡു ഇസ് പേരൻസും ഫ്രണ്ട്സും എല്ലാവരും അവർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് കേൾക്കാനും അങ്ങനത്തെ ഒരു സ്പേസ് പ്രൊവൈഡ് ചെയ്താൽ മേ ബി ബൈ ഫാർ ലൈക്ക് സോ ഫാർ ഇതൊക്കെ പ്രശ്നങ്ങൾ നമുക്ക് മേ ബി ഒരു പരിധി വരെ കുറക്കാൻ കഴിഞ്ഞേക്കും. സോ തുടക്കം വീട്ടിൽ നിന്ന് തന്നെ ആകട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവരുടെ വാക്കുകൾ അവസാനിപ്പിച്ചത്.
ഇപ്പോൾ നമ്മളെ സൊസൈറ്റിയിൽ ഡ്രഗ്സ് ആൻഡ് റാഗിങ് കൂടി വരാണല്ലോ. അപ്പോൾ ആസ് എ ടീച്ചർ എന്ന നിലയ്ക്ക് സാറിന് എന്താണ് അതിനെ പറ്റി പറയാനുള്ളത്? ഡ്രഗ്സും അതേപോലെ തന്നെ നമ്മളെ റാഗിങ് ഇതിപ്പോൾ നിലവിൽ ഒരു സെൻസേഷനലായിക്കൊണ്ടിരിക്കുന്ന വിഷയങ്ങളാണ് രണ്ടും. പത്രമാധ്യമങ്ങളിലാണെങ്കിലും മറ്റു കാര്യങ്ങളിലാണെങ്കിലും കുറച്ചും കൂടി സെൻസേഷനലായിട്ട് പൊതുവേ ഞാൻ കണ്ടുവരുന്നൊരു പ്രവണത എന്താ വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഏജ് ഗ്രൂപ്പിനെ മാത്രം ഫോക്കസ് ചെയ്യുന്നൊരവസ്ഥ കാണാറുണ്ട്. അപ്പം റാഗിങ് ആണെങ്കിലും മുമ്പുള്ള കാലഘട്ടങ്ങളിലും വലിയ തോതിൽ നടന്നിട്ടുണ്ട്. പക്ഷെ അന്ന് അതിന് കമ്മീഷനില്ല, കൃത്യമായിട്ട് ഫോക്കസ് ചെയ്യാൻ സംവിധാനങ്ങളില്ല. ഇന്നാണെങ്കിൽ ആൻറ്റി റാഗിങ് സെല്ലടക്കമുള്ള കാര്യങ്ങളും ഗ്രീവൻസ് സെല്ലടക്കമുള്ള കാര്യങ്ങളും ഉണ്ട്. അതിനെ ഇന്ന് കൂടുതൽ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇന്ന് മാത്രമേ അത് നടക്കുന്നുള്ളൂ, മുമ്പ് അത് നടന്നിട്ടില്ല എന്നുള്ളൊരു നരേഷൻ വരുന്നൊരവസ്ഥ ഉണ്ട്. സത്യത്തിൽ അത് മുമ്പ് നടന്നിട്ടുണ്ട്, ഇന്നുള്ളതിനെ ഭയങ്കര എക്സാജറേറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നൊരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. പിന്നുള്ളത് ഡ്രഗ്സിൻ്റെ കാര്യത്തിലാണെങ്കിൽ മുമ്പും ഡ്രഗ്സിൻ്റെ കാര്യത്തിലിപ്പോൾ നമ്മൾ ഇപ്പം പൊതുവേ MDMA പോലെയുള്ള LSD സ്റ്റാമ്പുകൾ പോലെയുള്ള കാര്യങ്ങളാണ് ഡ്രഗ്സ് എന്നുള്ളതാണ് പൊതുവായിട്ടുള്ളൊരു ധാരണ ആൾക്കാരുടെ ഉള്ളത്. പക്ഷേ മദ്യമാണെങ്കിലും സിഗരറ്റ് ആണെങ്കിലും മറ്റ് ഏതെങ്കിലും മുറുക്ക് പോലെ പാൻ മസാല പോലെയുള്ള വസ്തുക്കളാണെങ്കിലും അതും ഡ്രഗ്സ് തന്നെയാണ്. പക്ഷേ അതിനെ മനഃപൂർവ്വം വിസ്മരിച്ചുകൊണ്ട് ഇത് മാത്രമാണ് ഡ്രഗ്സ്, അതിൽ വരുന്ന ജെൻ സെഡ് വരുന്നൊരു കാറ്റഗറി ആൾക്കാർ മാത്രം ഇത് ഭയങ്കരമായിട്ട് യൂസ് ചെയ്യുന്നു, ബാക്കിയുള്ളവരൊക്കെ ഭയങ്കര ഒരു പുണ്യാളന്മാരാണ് എന്നുള്ളൊരു കോൺസെപ്റ്റ് ഇപ്പോൾ നിലവിൽ അങ്ങനെ നരേഷൻ വരുന്നുണ്ട്. സത്യത്തിൽ നോക്കിയാൽ മനസ്സിലാവും. ഇപ്പോൾ നമ്മുടെ നാട്ടിലൊരു 8-10 കൊല്ലം മുമ്പ് ഒരു 29 ബാറ് മാത്രമുള്ളവർക്ക് ഇപ്പോൾ 600-ലധികം ബാറായി. ഇത് മുഴുവൻ കുടിക്കുന്നത് ബഹുഭൂരിപക്ഷം മലയാളീസാണ്. അപ്പം അതൊന്നും പ്രശ്നം കാണാതെ MDMA മാത്രം, അത് ഞാൻ നിസ്സാരവൽക്കരിക്കല്ല, അതിൻ്റെ തന്നെ അനുബന്ധമായിട്ട് കുറേ കാര്യങ്ങളായിട്ട് വരികയാണ് ഈ MDMA പോലുള്ള LSD പോലുള്ള കാര്യങ്ങൾ. അതേപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ പൊതുവേ ഇങ്ങനെയുള്ള കാര്യത്തിനെ ഭയങ്കര പർവ്വതീകരിച്ച് കാണിക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് ഇത് യൂസ് ചെയ്യുന്ന ആൾക്കാർ ഭയങ്കര എന്തോ ഒരു മഹാന്മാരാണ് എന്നുള്ളൊരു സംഭവം. ഇത് യൂസ് ചെയ്തുകൊണ്ട് നടത്തുന്ന ആക്ടിവിറ്റീസ് അത് ചിലപ്പം ബൈക്ക് റേസിങ് പോലുള്ള കാര്യങ്ങളായിരിക്കും, ഏതെങ്കിലും ഒരാളെ ഉപദ്രവിക്കുന്ന കാര്യങ്ങളായിരിക്കും പോലുള്ള കാര്യങ്ങളാണുള്ളത്. അതിനൊക്കെ ഭയങ്കരമായിട്ട് എന്താണ് ഒരു മഹാനാണ് അല്ലെങ്കിൽ ഒരു പർവ്വതീകരിക്കുക, അതിനെ വലിയൊരു സംഭവമായിട്ട് കാണുന്നൊരവസ്ഥ ഉണ്ട്. അപ്പം അതിന് മാറ്റവും വേണം. അതിൻ്റെ കൂടെ തന്നെ പൊതുവേ ഇപ്പോഴത്തെ പുതിയ കുട്ടികൾക്ക് മാറിയ പരിഷ്കാരങ്ങൾക്കനുസരിച്ചുള്ള സിലബസിൽ കരിക്കുലത്ത് മാറ്റം വരുത്തണം. ഒന്ന് വേണ്ടത് പൊതു ഇടങ്ങളിൽ എങ്ങനെ പെരുമാറണം എന്നുള്ളത് അവർക്ക് ബേസിക്കായിട്ട് പറഞ്ഞു കൊടുക്കേണ്ട കാര്യം തന്നെയാണ്. അതിന് മാറുന്നില്ല. ആരെങ്കിലും അത് പറഞ്ഞു കൊടുക്കുമ്പോഴുള്ള പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് സദാചാര പോലീസാണ്, അവരെ പേഴ്സണൽ കാര്യങ്ങളിൽ ഇടപെടുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. സത്യം പറഞ്ഞാൽ അങ്ങനെ ബാക്കിയുള്ളവരെ ഗുണദോഷിച്ച് നല്ല രീതിയിൽ തന്നെ ആരോഗ്യകരമായിട്ടുള്ള ഡിബേറ്റുകൾ നടത്തിക്കൊണ്ട് തന്നെ പരിഹരിക്കണം. അത് പുതിയ വരുന്നൊരു ജനറേഷനാണെങ്കിൽ ഏത് തരത്തിൽ സമൂഹത്തിൽ ഇടപെടണം, ഡ്രഗ്സിനോട് എങ്ങനെയാണ് നമ്മൾ റിയാക്ട് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ പാഠ്യപദ്ധതിൻ്റെ ഭാഗം കൂടി ആക്കണം എന്നുള്ളതാണ് വ്യക്തിപരമായിട്ട് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ ഒരു വിഭാഗത്തിൽ മാത്രം കോർണർ ചെയ്യുക എന്നുള്ളതിനോടും ഞാൻ വ്യക്തിപരമായിട്ട് എതിർപ്പാണ്. അതെല്ലാ കാലത്തും ഉണ്ട്, അതെല്ലാ കാലത്തും അതിനെ നിരുത്സാഹപ്പെടുത്തേണ്ട കാര്യം തന്നെയാണ്. അതിന് ഉപയോഗമാണെങ്കിലും അത് ഉപയോഗിക്കുന്ന ആൾക്കാരെ ഈ പറയുന്ന താറടിക്കുന്ന കാര്യം താറടിക്കണം വേണം. കാരണം സാമൂഹികമായിട്ട് അവരെ ഇകയത്ത് തന്നെ വേണം, അത് ഉപയോഗിക്കുന്നതിനെ നിരുത്സാഹപ്പെടുത്തുകയും വേണം. പക്ഷേ അത് കൂട്ടമായിട്ട് വേണം. അതൊരു പാർട്ടിനെ മാത്രം ബേസ് ചെയ്തുകൊണ്ട്, ഒരു കമ്മ്യൂണിറ്റീനെ മാത്രം ബേസ് ചെയ്തുകൊണ്ട്, ഒരു ഏജ് ഗ്രൂപ്പിനെ മാത്രം ബേസ് ചെയ്തുകൊണ്ട് നടത്തുന്ന കാര്യത്തിനോട് ഞാനെതിരാണ്. അതേപോലെ തന്നെ ഈ ലഹരി ഉപയോഗം തടയാൻ വേണ്ടി സർക്കാർ തലങ്ങളിൽ മുതൽ തന്നെ താഴെ തട്ടിലേക്ക് എല്ലാ മേഖലകളിലേക്കും വ്യാപകമായിട്ടുള്ള പ്രചരണം വേണമെന്നുള്ളത് തന്നെയാണ്. അതിനുവേണ്ടി ക്രിയാത്മകമായിട്ടുള്ള ഇടപെടലുകൾ എല്ലാ സംവിധാനങ്ങളും വേണമെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. സൊസൈറ്റിയിൽ റാഗിങ് ആൻഡ് ഡ്രഗ്സ് എന്നുള്ളത് നല്ല കൂടിയിട്ട് വരുന്നുണ്ടല്ലോ. അപ്പോൾ ആസ് എ ടീച്ചർ എന്നുള്ള നിലയ്ക്ക് സാറിന് ഇപ്പോൾ അതിനെന്താ സജസ്റ്റ് ചെയ്യാനുള്ളത്? സൊസൈറ്റിയിൽ ഒരു ടീച്ചറാവുന്നതിന് മുമ്പ് ഞാനൊരു സ്റ്റുഡൻ്റായിരുന്നു. അതിന് മുൻപ് വീട്ടിലെ ചെറിയൊരു കുട്ടിയായിരുന്നു. അപ്പോൾ നമ്മൾ പൊതുവേ നമ്മുടെ സമൂഹത്തിൽ കാണുന്ന ഒരു പ്രവണത എന്ന് പറഞ്ഞാൽ ഡ്രഗ്സും അല്ലെങ്കിൽ ക്യാമ്പസിൽ നടക്കുന്ന റാഗിങ്ങളെ കുറിച്ചൊക്കെ സംസാരിക്കുന്ന സമയത്ത് അത് ഒരു ക്യാമ്പസ് ലൈഫിലേക്ക് എത്തുമ്പോൾ മാത്രം പൊന്തി വരുന്ന അല്ലെങ്കിൽ മുളച്ചു വരുന്ന ഒരു പ്രതിഭാസമല്ല, മറിച്ച് അതിൻ്റെ ഒരു കൾമിനേഷൻ സ്റ്റേജ് മാത്രമാണ് നമുക്ക് ക്യാമ്പസിൽ കാണാൻ പറ്റുന്നത്. പക്ഷെ അതിൻ്റെയും ഒരുപാട് കാലങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ ഒരു കുട്ടിയുടെ ആദ്യകാല ജീവിതത്തിൽ തന്നെ അതിൻ്റേതായിട്ടുള്ള പരിണതങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മൾ യഥാർത്ഥ കാരണം അന്വേഷിച്ച് അത് ഒഴിവാക്കുവാനാണ് ശ്രമിക്കുന്നത് എന്നുണ്ടെങ്കിൽ ക്യാമ്പസ് ലൈഫിലോ അല്ലെങ്കിൽ അഡൾട്ട് ലൈഫിലോ അല്ല അതിൻ്റെ കാരണങ്ങൾ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അന്വേഷിക്കേണ്ടത്. മറിച്ച് മാറി വന്ന ജീവിത സാഹചര്യത്തിൽ പ്രത്യേകിച്ച് ഒരു കുട്ടി വിദ്യാഭ്യാസ സ്ഥാപനത്തിലെത്തുമ്പോൾ 2 തരത്തിലുള്ള പ്രധാനമായിട്ടുള്ള വികാസമാണ് കുട്ടിക്കുണ്ടാകുന്നത്. ഒന്ന് ബൗദ്ധിക തലത്തിലോ മറ്റൊന്ന് അബൗദ്ധിക തലത്തിലോ. അപ്പോൾ പൊതുവേ നമ്മുടെ നാട്ടിൽ ഇന്നത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ബൗദ്ധിക തലത്തിൽ
കുട്ടിയുടെ മുകളിൽ അമിതമായിട്ടുള്ള സമ്മർദ്ദങ്ങളാൽ അടിമപ്പെട്ടു പോകുന്ന യുവത്വവും അല്ലെങ്കിൽ വിദ്യാഭ്യാസ രീതിയാണ്. ഇതായിരിക്കും ഒരുപക്ഷെ ഒരു കുട്ടിയെ ഈ ഒരു സമയത്തെത്തുമ്പോൾ ഡ്രഗ്സിലേക്കും അല്ലെങ്കിൽ മറ്റുള്ള റാങ്കിങ്ങിലേക്ക് പെട്ടെന്ന് നയിക്കുന്നത്. കാരണം അതിൽ നിന്നുമുള്ളൊരു മോചനമായിട്ടൊരു കുട്ടി കാണുന്നത് ഇതാണ്. അപ്പം ആസ് എ ടീച്ചർ എന്നുള്ള നിലയ്ക്ക് എനിക്ക് സജസ്റ്റ് ചെയ്യാനുള്ളത്, നമ്മൾ ലഹരിയുടെയും അല്ലെങ്കിൽ റാഗിങ്ങിൻ്റെയും കാരണങ്ങൾ ആദ്യം നമ്മൾ നോക്കേണ്ടത് നമ്മുടെ കുടുംബത്തിലോട്ടാണ്. കുടുംബത്തിലൊരു കുട്ടി എങ്ങനെ വളർന്നു വരുന്നു, ആ കുട്ടിക്ക് കിട്ടേണ്ട കെയറിങ് പാരൻറ്റിൽ നിന്ന് കിട്ടുന്നുണ്ടോ, അതോടൊപ്പം തന്നെ കുട്ടിയുടെ ഓരോ മെൻ്റൽ സ്റ്റേജിലും അതിനാവശ്യമായിട്ടുള്ള പാരൻറ്റിന് സപ്പോർട്ട് കൊടുക്കാൻ വീട്ടിലുള്ള പാരൻറ്റിങ്ങിന് പറ്റുന്നുണ്ടോ എന്നുള്ളതാണ്. അവിടെ നിന്നും ഇത് കിട്ടാത്തത് കൊണ്ടാണ് അതിൻ്റെ ഒരു റെമഡി ആയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആൻസറിങ് ആയിട്ട് കുട്ടി ഈ ഒരു സ്റ്റേജിലൊക്കെ എത്തിക്കുന്നത്. നമ്മൾ ആദ്യം നമ്മുടെ അന്വേഷണങ്ങൾ കുടുംബങ്ങളിൽ നിന്ന് തുടങ്ങിയിട്ട്, പിന്നീട് നമ്മുടെ നാട്ടുകാരിൽ നിന്ന് തുടങ്ങിയിട്ട്, അത് കഴിഞ്ഞിട്ട് നമ്മൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ എത്തട്ടെ. പലപ്പോഴും നമ്മൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ക്യാമ്പസുകൾ എന്നൊക്കെ പറഞ്ഞാൽ ഒരു സമൂഹത്തിൻ്റെ ഉന്നതിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയെടുത്തത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ആ ഇൻസ്റ്റിറ്റ്യൂഷനകത്തേക്ക് മാത്രം ഇതിൻ്റെ ചുറ്റുപാടുകൾ ഒതുക്കാതെ ഇതിൻ്റെ യഥാർത്ഥ സോഴ്സുകളിലേക്ക് നമ്മൾ അന്വേഷണം പോകട്ടെ എന്നുള്ളതാണ്. നെക്സ്റ്റ്, ഇപ്പോൾ സാറ് പറഞ്ഞല്ലോ, സാറ് സ്റ്റുഡൻ്റ് ആയ സമയത്ത് ഇതുപോലെ കുറേ അനുഭവം ഉണ്ടെന്ന്. അപ്പോൾ അതിനെ പറ്റിയൊന്ന് വിവരിക്കാൻ പറ്റുമോ? ഞാൻ പിന്നെ PGക്കൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഗ്രൂപ്പിലുണ്ടായിരുന്ന ഒരു പയ്യൻ, ഗ്രൂപ്പിലുണ്ടായിരുന്നെന്ന് പറഞ്ഞാൽ എൻ്റെ നാട്ടുകാരനല്ല, പുറത്തുള്ള ആളാണ്. അപ്പോൾ കൂട്ടത്തിൽ ഇവന് ഈ ഡ്രഗ്സൊക്കെ യൂസ് ചെയ്യുന്നത് കൊണ്ട് പൊതുവെ ക്ലാസ്സിൽ നിന്നും മറ്റുള്ള അങ്ങനെ പീർ ഗ്രൂപ്പിൽ നിന്നും അവനെ ഒറ്റപ്പെട്ടുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് അവൻ്റെ യഥാർത്ഥ കാര്യങ്ങൾ എന്താണെന്നുള്ളത് അന്വേഷിക്കുകയും പിന്നീട് അവനെ ചേർത്ത് നിർത്തി 1.5 വർഷക്കാലം പിന്നീട് അവൻ്റെ റൂംമേറ്റ്സ് ആയിരുന്നു. അപ്പം അത് കഴിഞ്ഞ ശേഷം പിന്നീട് ഞങ്ങൾ കോഴ്സ് കഴിഞ്ഞ് പോരുമ്പോഴേക്ക് ഏറെക്കുറെ ഇവൻ ഇതിൽ നിന്നും എന്ത് ചെയ്തിട്ടുണ്ട്, മാറി നിന്നിട്ടുണ്ട്. ആ സമയത്ത് എനിക്ക് അതിലേക്ക് അവരെ ഗൈഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ, പിന്നെ ഞാൻ വായിച്ചൊരു പുസ്തകത്തിൽ നിന്ന് ഗാന്ധിയുടെ ഒരു കോട്ടുണ്ടായിരുന്നു, ഹെയ്റ്റ് ദ സിൻ നോട്ട് ദ സിന്നർ. പാപത്തെയാണ് വെറുക്കേണ്ടത്, പാപിയെയല്ല. നമ്മുടെ സമൂഹത്തിൽ നമ്മൾ പൊതുവെ സ്വീകരിക്കേണ്ട, എന്നാൽ പലപ്പോഴും സ്വീകരിക്കാൻ നമ്മൾ മടി കാണിക്കുന്ന ഒരു മെത്തേഡാണ്. റാഗിങ്ങോ അല്ലെങ്കിൽ മറ്റുള്ള കേസുകളോ വന്നു കഴിഞ്ഞാൽ ആരാണോ അത് ചെയ്തത് ആ വ്യക്തിയെ തേജോവധം ചെയ്യുന്ന രീതിയിൽ അവൻ്റെ ഹിസ്റ്ററിയും അവൻ്റെ ഫാമിലിയും അവൻ്റെ ബാക്ക്ഗ്രൗണ്ടും എടുത്തിട്ട് മാക്സിമം സോഷ്യൽ മീഡിയക്ക് അകത്തും അല്ലാത്ത രീതിയിലും അവനെ അങ്ങ് പോസിറ്റീവായിട്ടോ അല്ലെങ്കിൽ നെഗറ്റീവായിട്ടോ സെലിബ്രേറ്റ് ചെയ്യുന്നു. പക്ഷെ അതല്ല ചെയ്യേണ്ടത്, മറിച്ച് എന്താണോ അസുഖം, ആ രോഗം എന്താണോ അതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രതിരോധിക്കേണ്ടത്. വ്യക്തിയെ നമ്മൾ ആ ഒരു കാഴ്ചപ്പാടിലോട്ട് നമ്മുടെ സമൂഹം മാറിട്ട് നമ്മുടെ സമൂഹത്തെ നശിപ്പിക്കുന്ന ഈ ദുരാചാരങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ പിന്നെ ആൻറ്റി സോഷ്യലായിട്ടുള്ള എലമെൻറ്റുകളിൽ നിന്നൊക്കെ സമൂഹം മാറി ചിന്തിക്കട്ടെ. നല്ല പ്രചോദിതമായൊരു ഭാവി ഉണ്ടാകട്ടെ.